അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ കണ്ടത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു മിനിറ്റ്. അതെ, ഒരു മിനിറ്റ്. വട്ടത്താടിയും തൊപ്പി വേഷം കെട്ടലല്ല ഈമാൻ്റെ അടയാളം കൂട്ടരേ, നെറ്റിയിലുള്ള നമസ്കാരത്താഴമ്പല്ല വിശ്വാസിക്കടയാളം കൂട്ടരേ. കാക്കാൻ്റെ ഈ പാട്ട് കേട്ടപ്പോഴാണ് മുമ്പ് കോമാണ്ടം ആ ചേക്കുട്ടീൻ്റെ ആ സംസാരം ഞാനിങ്ങനെ ഓർത്തു പോണത്. ആ കാലം കഴിഞ്ഞ് ഇനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല, ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. അപ്പം മൂല്യന്മാരെ കാലം കഴിഞ്ഞു നാടന്മാരായിരിക്കും എല്ലാത്തിനും മറുപടി പറയാമെന്നും ആ കാല വരികയെന്നും ചേക്കുട്ടി വളരെ ഉഷാറോടുകൂടി പറഞ്ഞിരുന്നു. ഇനി ഈ പാട്ട് പാടാനുണ്ടായ കാരണം എന്താണെന്ന് നമ്മളെ കാക്ക പറഞ്ഞൊന്ന് കേട്ടു നോക്കി. അതെ, ഈ പാട്ട് പാടാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതാ കാണണ്ടോ? ശ്രദ്ധിച്ചോ? സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പേര് അസ്ഹനിയാണ്. അസ്ഹനി. ഇയാൾ പറയുന്ന വാക്ക് കേട്ടാൽ നമുക്ക് തന്നെ അതൊരു നാണക്കേട് തോന്നും. ഒരു താടിയൊക്കെ വെച്ച് തലയെക്കെട്ടൊക്കെ വെച്ച് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കണ ചില ആളുകളാണ് ഇവർ. ഇവരെ തിരിച്ചറിയേണ്ടത് സമുദായമാണ്. ഇവരൊക്കെ കണ്ടിട്ടാണ് സമുദായത്തിനെ മറ്റുള്ള ആളുകൾ പഠിക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? AP ഉസ്താദ് എന്ന് പറയുന്നത് അതൊരു മഹാനായ വ്യക്തിയാണ്. അതാരും അദ്ദേഹത്തിനെ കുറച്ച് കാണിച്ചാൽ കുറച്ച് കാണൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്ലാമിക ദർശനാണ്. അത് കൃത്യമായ രീതിയിൽ പരിപാലിച്ചു പോരുകയാണ്. മർക്കസ് ഒന്ന് പോയി കാണണം, അവിടെ എന്താ നടക്കുന്നത് എന്ന് അറിയണം, എന്നിട്ട് വിലയിരുത്തണം. എന്നിട്ട് AP ഉസ്താദിനെ കുറ്റം പറയാൻ കഴിയുമോ? ആർക്കെങ്കിലും കഴിയുമോ? AP ഉസ്താദിൻ്റെ 10,000 ശിഷ്യന്മാരാണ് ഓരോ 5 വർഷം കൂടുമ്പോൾ ഇറങ്ങിപ്പോണം. 10,000 ശിഷ്യന്മാർ. അവർ ഈ സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നവരാണ് AP ഉസ്താദിൻ്റെ ശിഷ്യന്മാർ. നല്ല വിദ്യാഭ്യാസം, മതപരമായ കാഴ്ചപ്പാട്, സാമൂഹ്യ സേവനം, അങ്ങനെ ഒരു സമൂഹത്തിനെ സമുദായത്തിൽ നിന്നും നല്ല ഒരു മനുഷ്യ സമൂഹത്തിനെ വളർത്തിയെടുക്കുകയാണ് AP ഉസ്താദ് ചെയ്യണത്. AP ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്നുള്ള മഹത്തായ സന്ദേശം ഉണ്ടല്ലോ, അത് വളരെ കറക്റ്റാണ്. അതിന് മറ്റുള്ള ആളുകൾ താടിയും തലയെക്കെട്ടും തൊപ്പിയൊക്കെ വെച്ച് ഇസ്ലാമിക വേഷവിധാനത്തിൽ ഈ സമുദായത്തിനെ താറടിച്ച് കാണിക്കാൻ ആരുടെ കയ്യിൽ നിന്നാണ് ഇവർ കാശ് മേടിക്കണത്? വട്ടൂരുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ കാക്ക ചോദിച്ചതുപോലെ ഇത് തകർക്കാൻ വേണ്ടി ആരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടോ എന്ന് ഏത് സാധാരണക്കാരും സംശയിച്ചു പോകും. കാരണം ആ നിലക്കാണ് കുരുവട്ടൂർ സംസാരിക്കുന്നത്. ഇപ്പോൾ മുമ്പൊരു പ്രസംഗിച്ച ഒരു പ്രസംഗം, നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ, രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി, മത, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തെ
രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവര്യരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കുരുവട്ടൂര് ദാവിയത്തുൽ കുഫ്രിയയിൽ വന്ന അതിഥികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുമ്പ് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ പല സാധാരണക്കാർക്കും പല സംശയങ്ങളൊക്കെ അതോടുകൂടി ഉദയം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രോതാക്കളായ ആൾക്കാരൊക്കെ ഒന്ന് ക്ഷമിക്കുക. കാരണം സാധാരണക്കാരായ ആൾക്കാർ 10-13 വർഷം ഇവരുടെ കോളാമ്പി കേട്ട് സഹികെട്ട് രംഗത്തിറങ്ങുമ്പോൾ ആലിമീങ്ങളും പണ്ഡിതന്മാരും പറയുന്ന പോലെ പക്വമായ ശൈലിയും ശാന്തമായ സമാധാനമായ ശൈലിയും ആയിക്കൊള്ളണമെന്നില്ല. അതപകേടിൻ്റെ വർത്തമാനമൊക്കെ ചിലപ്പോൾ പറഞ്ഞു തരും. അതങ്ങനെ പറയാമെന്നും ഇനി പക്വതയുടെ സമാധാനത്തിൻ്റെ ഉസ്താദുമാരുടെ കാലമല്ലെന്നും മുമ്പ് കുരുവട്ടൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഓരോരുത്തരും ഈ നാടന്മാരെ ഇറങ്ങന്നെ, നിങ്ങളൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി മൊയ്ലിയാര് വരുമ്പം തുറന്ന് മൊയ്ലിയാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, സാധാരണക്കാർക്ക് വേണം. എന്നാലേ ഇതൊക്കെ നേരാകുള്ളൂ. അവിടുന്ന് ഈ ദീനിനെ തിരിച്ചു പിടിക്കണം. പണ്ട് റിഫായി ശൈഖിനെ കണ്ട ഈ ജാതി രൂപത്തിൽ പടപ്പാര് പഠിച്ചവനാളും തിരിച്ചറിയാത്ത രൂപത്തിലൊക്കെ വിഷാപ് ധരിപ്പിക്കുമ്പോൾ ഇറങ്ങി നാടന്മാരെ ഇറങ്ങിയിട്ട് കൈകാര്യം ചെയ്യണമെന്ന് കുരുവട്ടൂർ അബ്ദുള്ള മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ വരാൻ വേണ്ടി യാസീനോദി, പോകാൻ വേണ്ടി ഖത്തോദി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കുരുവട്ടൂർ കിടന്ന് പെടുകയാണ്. പെടാപ്പെടൊരു പെടുകയാണ്. കാരണം സാധാരണക്കാരായ ആൾക്കാരെ ഇറങ്ങിയിട്ട് അവർ പരമ്പരാഗതമായി കിട്ടിപ്പോകുന്നതാണല്ലോ. ആ വിശ്വാസം അവർക്ക് ശരിക്കറിയും, അവർ പഠിച്ചതുമാണ്. അതിനെതിരാണ് ചില ആൾക്കാരൊക്കെ വന്നുകൊണ്ട് സഹാബത്തിനെ കൊച്ചാക്കുന്നു, ഹബീബരായ റസൂലുള്ളാഹിനെ കൊച്ചാക്കുന്നു, തമ്മാടിത്തരങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം അത് മറ്റുള്ളവരെ ചൂണ്ടിയിട്ട് ആരോപിക്കപ്പെടുകയും ചെയ്തപ്പോൾ സാധാരണക്കാർ സഹികെട്ട് ഇറങ്ങി. ഇപ്പം ഇതാണ് രൂപമുള്ളത്. ഇതിന് മലയാളത്തിന് ഇങ്ങനെയും കൂടിയും പറയും. അപ്പറിയുന്നവന്റെ അടുത്തുണ്ടും വടി, ഒരു കയ്യിലൊരു വടി ഉണ്ടാവും. എന്നാ പിന്നെ ആ വടി ഇട്ട് ഓനൊന്ന് പാമ്പാക്കട്ടെ. പാമ്പാക്കാൻ കഴിയും. വഹാബിയെ പോലെ വെല്ലുവിളിച്ച് നടക്കുക. അതേടാ നൗഷാദെ, നിങ്ങളേക്കിലൊക്കെ ഉണ്ട് ഓരോ വടി. ആ വടി ഇട്ടപ്പോൾ പാമ്പല്ല ആയത്, പാമ്പിനെക്കാട്ടും വലുതായി ബൂമറാങ്ങായി വന്നിക്കുക. ഇനി നാടന്മാരുടെ കാല കരികാല യുഗമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. കാരണം എല്ലാ നാടന്മാരെയും ക്ഷമയുടെ നെല്ലിപ്പടവുകളൊക്കെ തകർത്തുകൊണ്ട് നിങ്ങൾ ഈ ജാതി ദീനുകൊണ്ട് പന്തളിച്ചാൻ തുടങ്ങിയപ്പോൾ നാടന്മാരിറങ്ങി. ഇനി ഏതൊക്കെ വേദി നിങ്ങൾക്ക് ഏറ് കിട്ടി ഓടണമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഏതാണെങ്കിലും ഇനി വരുംകാലങ്ങളിൽ നിങ്ങളുടെ KC അബ്ദുള്ള പറഞ്ഞതുപോലെ നാടന്മാരുടെ യുഗമായിരിക്കും. അത് കുരുവട്ടൂരിയുടെ കരികാല യുഗമായിരിക്കും. കണ്ടറിഞ്ഞ് കാത്തിരിക്കണം. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. പൊട്ട അടി പൊട്ടൻ, മരപ്പൊട്ടൻ എന്നല്ലാതെ എന്താ പറയാ?